ആ ഒരു ആയത്ത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 4 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമുക്ക് ലഭിക്കുന്നത്. ഏതൊക്കെയാണ് ആ 4 കാര്യങ്ങൾ? ഏതാണ് ആ ആയത്ത്, ആ സൂറത്ത് ഏതാണെന്ന് നമുക്ക് പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും സുഖമാണ് എന്ന് വിശ്വസിക്കട്ടെ, അതിനുവേണ്ടി പ്രാർത്ഥിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നല്ല സുഖവും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഈ ഭൂമി ലോകത്ത് ജീവിക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ആവശ്യമുള്ളതായിട്ടുണ്ട്. ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? ഇപ്പോൾ നമുക്ക് നല്ലൊരു ഭവനം വേണ്ടതുണ്ട്, നല്ലൊരു വീട് വേണം, നല്ലൊരു ആശ്രയം വേണം, അല്ലേ? നല്ലൊരു ജോലി വേണം, നല്ലൊരു ഇണ വേണം. ഈ ലോകത്ത് നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ നല്ല ജീവിതം സാധ്യമാകുമെന്നുള്ളതാണ്. ഇപ്പോൾ ഒരുപാട് ആളുകൾക്കുള്ള ഒരു ആശങ്കയാണ്, എനിക്കൊരു വീടില്ലല്ലോ, എനിക്ക് എങ്ങനെയാണ് ഒരു നല്ല വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട് കഴിയുക? എനിക്ക് എങ്ങനെയാണ് നല്ലൊരു ജോലി ഉണ്ടാവുക? ജോലി ഇല്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒരു നല്ല ഉത്തമമായിട്ടുള്ള ഒരു മഈശത്ത് ലഭിക്കാതെ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ സമൂഹത്തിൽ. ഇതേപോലെ തന്നെ വാടകയ്ക്ക് കിടന്നിട്ടും അതുപോലെ തന്നെ മറ്റു പല രൂപത്തിലും വീടും സ്ഥലവും ഇല്ലാതെ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. ഇതേപോലെ തന്നെയാണ് ഈ പറയുന്നത് പോലെ നല്ലൊരു ഇണ, നമ്മൾ വിവാഹം കഴിക്കുന്ന സമയത്ത് നല്ലൊരു ഇണയെ ലഭിക്കുക എന്നുള്ളത് അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും അതിപ്രധാനമായിട്ടുള്ള കാര്യമാണ്. അത് ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ജീവിതകാലം മുഴുവനും അവൻ നരകിച്ച് ജീവിക്കേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് പരിശുദ്ധ ഖുർആനിൽ നിന്നുള്ള ഒരു പ്രതിവിധിയാണ് ഇന്ന് നമ്മളിവിടെ പറയുന്നത്. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അക്രമിയായ ഫിർഔനിൻ്റെ ആ ഭരണം, അവിടെ നിന്ന് ഈജിപ്തിൽ നിന്നുകൊണ്ട് മദിയൻ എന്ന സ്ഥലത്തിലേക്ക് പോവുകയുണ്ടായി. ഈ മദിയൻ എന്ന സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ മഹാനവറുകൾക്ക്, മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ആരെയും പരിചയമില്ല. കാരണം പുതിയൊരു സ്ഥലമാണ്, പുതിയൊരു ഭൂപ്രദേശമാണ്. ഒരാളെപ്പോലും പരിചയമില്ലാത്ത ആ സ്ഥലത്ത് മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്ത ഒരു പ്രാർത്ഥനയാണ് എൻ്റെ പ്രിയമുള്ളവരെ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാണ്? അതിൻ്റെ ആവശ്യങ്ങൾ, ആ കാര്യം നമ്മൾ തീർച്ചയായിട്ടും ആ ഒരു ആയത്ത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 4 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമുക്ക് ലഭിക്കുന്നത്. ഏതൊക്കെയാണ് ആ 4 കാര്യങ്ങൾ? ഏതാണ് ആ ആയത്ത്, ആ സൂറത്ത് ഏതാണെന്ന് നമുക്ക് പറയാം. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഖസസിലെ 24-ാമത്തെ ആയത്തിൽ നിന്നാണ് ഈ ഒരു ദുആ വരുന്നത്. റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ എന്നാണ് ഈ ഒരു ആയത്ത്. ഈ ദുആ ആണ് മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ മദിയൻ എന്ന സ്ഥലത്ത് ചെല്ലുന്നപ്പോൾ അവിടുന്ന് പ്രാർത്ഥിച്ചത്, അള്ളാഹുവിനോട് ദുആ ചെയ്ത ഈ ദുആ ആയിരുന്നു. അപ്പോൾ ഈ ദുആ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും, എല്ലാ ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷവും 7 തവണയോ അതല്ലെങ്കിൽ 11 തവണയോ അല്ലെങ്കിൽ 21 തവണയോ നാം പതിവാക്കി ചെയ്തു കഴിഞ്ഞാൽ, പതിവാക്കി നാം ഓതിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ ഫലമായി നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകുന്നുണ്ട്. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? 1, സുരക്ഷിതമായിട്ടുള്ള ഒരു ഭവനം നൽകി, സുരക്ഷിതമായിട്ടുള്ള ഒരു ഇടം നൽകി. മഹാനായ ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വീട്ടിൽ അഭയം നൽകി എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കൊടുത്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല ഭക്തിയുള്ള ഒരു സുഹൃത്തിനെ, അതായത് ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന ഒരു നല്ല സുഹൃത്ത്, നല്ല ഭക്തിയുള്ള അള്ളാഹുവിൻ്റെ നബിമാരിൽപ്പെട്ടതായിട്ടുള്ള ഒരു സുഹൃത്തിനെ കൊടുത്തു എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം, നല്ല ഒരു ജോലി കൊടുത്തു, തൊഴിൽ കൊടുത്തു. ഏതാണ് ആ തൊഴിൽ? ആ ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വീട്ടിൽ നല്ലൊരു ജോലി കൊടുത്തു. അവിടുത്തെ തോട്ടം നോക്കുക എന്നുള്ള ആ ഒരു ജോലിയും അവിടത്തേക്ക് കൊടുത്തു എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല സൽ സ്വാഭാവിയായ ഭാര്യയും കൊടുത്തു. മഹാനായ ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മകളെ വിവാഹം ചെയ്തു കൊടുത്തു. അപ്പം ഇങ്ങനെ ഈ 4 കാര്യങ്ങൾ, ഈ ദുആ, ഈ ഒരു പ്രാർത്ഥന, ഈ ഖുർആനികമായിട്ടുള്ള ആയത്ത്, അവിടുന്ന് ഈ മദീന എന്ന പ്രദേശത്ത് ചെന്ന സമയത്ത് അവിടുന്ന് ദുആ ചെയ്തു, അവിടുന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത വലിയ അനുഗ്രഹങ്ങളാണ് ഈ 4 അനുഗ്രഹങ്ങൾ. അപ്പോൾ ഇത് നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോൾ പല ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികളും അറിയാലോ ഗൾഫിലേക്കൊക്കെ പോകുന്ന ഒരു സമയമാണ്, അല്ലേ? ഗൾഫുകളിലേക്ക് കൂടുതൽ ജോലി ആവശ്യാർത്ഥത്തിന് വേണ്ടിയിട്ട് പോകുന്ന ഒരു സമയമാണ്. എന്തെങ്കിലുമൊക്കെ ജോലി തേടിയിട്ട് കുടുംബം പച്ചപിടിപ്പിക്കാൻ വേണ്ടിയിട്ട്, കുടുംബത്തെ കരക്കടിപ്പിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇവിടേക്ക് എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ മറ്റുള്ള
ആളുകളുടെ കമ്പനികളിലും മറ്റുമൊക്കെ ഇങ്ങനെ ജോലി തേടി പോകുന്നതിന് പകരം എല്ലാവരും കഴിവുള്ളവരൊക്കെ സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഈ ഒരു ആയത്ത് നമ്മൾ സ്ഥിരമായിട്ട് പാരായണം ചെയ്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ വഴികളും നമുക്ക് തുറന്നു തരും. ഇനി ഒരാൾ ഗൾഫിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഗൾഫിൽ ചെന്നിട്ട് നിങ്ങൾ ഓരോ നിസ്കാരത്തിന് ശേഷവും ഈ ആയത്ത് പ്രത്യേകം പാരായണം ചെയ്യുക. ഒന്നുകിൽ സമയമില്ലാത്തവരാണെങ്കിൽ 7 വട്ടം, അല്ലെങ്കിൽ 11 വട്ടം, അല്ലെങ്കിൽ 21 വട്ടം. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല സുരക്ഷിതമായിട്ടുള്ള ഒരു ഇടം ലഭിക്കും. ഏതെങ്കിലും ഒരു നല്ല കമ്പനിയിൽ നിന്ന് നിങ്ങളെ വിളിക്കും, നല്ല ജോലി നിങ്ങൾക്ക് അവിടെ സ്ഥിരമാക്കും, അവർ ഫുഡും തരും, അക്കോമഡേഷനും തരും, നല്ല നല്ല കൂട്ടുകാരെ നിങ്ങൾക്ക് ആ കമ്പനികളിൽ ലഭിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ആ രൂപത്തിൽ നമുക്ക് എന്ത് ആവശ്യത്തിന് വേണ്ടിയിട്ടും നമ്മുടെ ജീവിതത്തിലെ ഏത് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും നമുക്ക് ചൊല്ലാൻ പറ്റിയിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ്, ഒരു ദുആ ആണ് ഈ പ്രാർത്ഥന എന്ന് മനസ്സിലാക്കിയിട്ട് ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഖൈറും ബറക്കത്തും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്ക് നല്ല അഭയവും നല്ല ഭവനവും നല്ല സുഹൃത്തുക്കളും നല്ല ജോലിയും അതുപോലെ തന്നെ നല്ല ഇണകളെയും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, പല ആളുകളും ഇപ്പോൾ വിളിക്കലുണ്ട്, ഉസ്താദേ കല്യാണമൊക്കെ നോക്കുന്നുണ്ട്, പക്ഷെ ഒന്നും ശരിയാവുന്നില്ല, നല്ലൊരു കുട്ടിയെ കിട്ടുന്നില്ല. അവരോട് പറയാനുള്ളത്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ച ഒരു ഇണ അത് ഈ ലോകത്തുണ്ട്. അത് അവരെ അടുത്തെത്തുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ലഭിക്കുക തന്നെ ചെയ്യും. അതെത്രയും നല്ല ഒരു ഇണയാവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ പ്രാർത്ഥന ഓരോ നിസ്കാരങ്ങൾക്ക് ശേഷവും ചൊല്ലുക, ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഖബൂലാക്കട്ടെ, സ്വീകരിക്കട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.